ഒരു ദിവസം പദങ്ങൾ ഒരു വൃദ്ധ കുറച്ചുകൂടെ വികൃതമായി നിൽക്കുന്നത് കണ്ടു. പദങ്ങൾ അവർ കണ്ടു വാങ്ങിയ സ്ത്രീയുടെ വീട്ടിലെത്തിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ആ സ്ത്രീ വൃദ്ധ പദങ്ങളോട് പറഞ്ഞു, മോനെ, മക്കയിലൊരു കള്ളപ്രവാചകനെ ഇറങ്ങിയിട്ടുണ്ട്, നീ അയാളുടെ കൂടെ കൂടരുത്. അങ്ങനെ പദങ്ങൾ ദേഷ്യപ്പെട്ടില്ല, അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷമ കഴിച്ചുകൊണ്ട് പദങ്ങൾ പറയുകയാണ്, ഓ ഉമ്മ, നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഉണ്ടല്ലോ, അത് ഞാൻ തന്നെയാണ്. അവിടെ കാണിച്ച ക്ഷമ കാരണത്താൽ അവിടുന്ന് ഇസ്ലാമിലേക്ക് വരികയാണ്. പദങ്ങൾ കുട്ടികളോടും മൃഗങ്ങളോടും കാരുണ്യം കാണിച്ചവരായിരുന്നു. ഒരു ദിവസം പദങ്ങളുടെ അരികിലേക്ക് ഒരു കുട്ടി കുറച്ച് മുന്തിരിയുമായി വരികയാണ്. അങ്ങനെ പദങ്ങൾ ആ മുന്തിരി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മുഴുവനായി കഴിഞ്ഞ ശേഷം പദങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, സാധാരണ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഞങ്ങൾക്ക് തരാറുണ്ടല്ലോ, ഇന്നെന്തേ അത് മുഴുവനായി കഴിച്ചെന്ന് ചോദിച്ചു. പറയുകയാണ്, സ്വാഗതത്തെ, ആ കുട്ടി കൊണ്ടുവന്ന മുന്തിരി ഉണ്ടല്ലോ, അത് വളരെയധികം പുളിയുള്ളതായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് തരുകയാണെങ്കിൽ നിങ്ങൾ ആ കുട്ടിയോട് ചോദിക്കില്ലേ, എന്തിനാണ് പദങ്ങൾക്ക് പുളിയുള്ള മുന്തിരി കൊടുത്തത് എന്ന്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് തരാഞ്ഞത് എന്ന് പറഞ്ഞു. അവിടെ പദങ്ങൾ ആ കുട്ടിയോട് കാരുണ്യം കാണിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം സ്വാഗതം ഒരു വെള്ളക്കടിക്കടുത്ത് പോകുമ്പോൾ ഒരു തേട് വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടു. പദങ്ങൾ സ്വന്തം കൈക്കൊണ്ട് അതിനെ കോരി. അപ്പോൾ അത് കൈ കുത്തി. 3 പ്രാവശ്യം നടന്നു. അങ്ങനെ സ്വാഗതങ്ങളോട് ചോദിച്ചു, നബിയെ, എന്തിനാണ് നിങ്ങൾ ആ തേടിനെ വെറുതെ എടുക്കുന്നത്, അത് നിങ്ങളെ കൊത്തുന്നില്ലേ? അപ്പോൾ പദങ്ങൾ സ്വാഗതത്തിനോട് പറയുകയാണ്, അത് അതിന്റെ പണിയാണ് എടുക്കുന്നത്, ഞാൻ എന്റെ പണിയും എടുക്കുന്നു. പദങ്ങൾ മൃഗങ്ങളോട് വളരെയധികം കാരുണ്യം കാണിച്ചിരുന്നു. പദങ്ങളുടെ കാലത്ത് കാക്ക പുതുക്കി പണിയപ്പോൾ 2 പത്രക്കാർ തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ 2 പത്രക്കാർ പറഞ്ഞു, ആദ്യം ആ വീട്ടിലൂടെ വരുന്നതാരാണ്, അവർ അതിനുള്ള സാക്ഷി നിൽക്കട്ടെ. അങ്ങനെ 2 പത്രക്കാരും കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുവരെയുള്ള പദങ്ങളായിരുന്നു. അങ്ങനെ പദങ്ങൾ വന്ന് 2 പത്രക്കാർക്കും തൃപ്തിയായി. അങ്ങനെ കാര്യങ്ങളെല്ലാം പദങ്ങളോട് പറഞ്ഞു. പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു മുണ്ട് വിരിച്ച് അതിന്റെ ആചരണ നോക്കുക. ഞങ്ങൾ പറഞ്ഞതുപോലെ 2 പത്രക്കാരും ചെയ്തു. അങ്ങനെ 2 പത്രക്കാരും ആ മുണ്ടിനെ 2 അറ്റം പിടിച്ച് അങ്ങനെ പദങ്ങൾ സ്വന്തം കൈക്കൊണ്ട് യഥാർത്ഥ സ്ഥാനത്ത് വെച്ചു. പദങ്ങൾ അവിടെ പണം നോക്കിയോ, അവരുടെ 10 നിന്നാലാണ് വലിയ സ്ഥാനം കിട്ടുക നോക്കിയോ ചെയ്തതില്ല. 2 പത്രക്കാർക്കും ഒരുപോലെയാണ് പദങ്ങൾ സ്ഥാനം കൊടുത്തത്. സ്ഥാനക്കാരായിരുന്നല്ലോ അൽ-അമീൻ. മക്കയിലുള്ള എല്ലാവരെയും ഒരു മലയിലേക്ക് ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അവിടെ അവരോട് ചോദിക്കുകയാണ്, ഈ മലയ്ക്ക് പിറകിലൂടെ ശത്രു കൂട്ടാൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന്. അവിടെ അടക്കമുള്ള വിശ്വാസികളുണ്ടായിരുന്നു. എന്നിട്ട് ആ മുശ്രിക്കുകൾ പോലും പറഞ്ഞു, താങ്കൾ അമീനാണല്ലോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുമെന്ന്. രാജ്യം പോയി വന്ന് ആ കാര്യം അബൂജഹൽ അറിഞ്ഞു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, "നിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി കൊണ്ട് ഇസ്രായേലിൽ പോയല്ലോ എന്ന ഒരു കള്ളക്കഥ എല്ലാവരും പറയുന്നുണ്ട്." അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, "നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാൻ എന്നെ വിശ്വസിച്ചു എന്ന്." അത്രയും വിശ്വാസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക്. നാം ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു ദിവസം 100 സ്വലാത്തെങ്കിലും അല്ലെങ്കിൽ 1 സ്വലാത്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.